ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പറയാൻ പോകുന്ന ഹൗ ടു പ്ലേ പോക്കിമോൺ കാർഡ്സ് ആണ്. അതിനായി ഞാൻ 2 ടീമായിട്ട് ഞാൻ പിരിച്ചിട്ടുണ്ട്. ഫുള്ള് 20 കാർഡ്സാണുള്ളത്. ഒന്നിൽ ഒരു ടീമിൽ ഈ ടീമിൽ 10 ഈ ടീമിൽ 10 ആണ്. അപ്പം തുടങ്ങാം. അപ്പം ആദ്യം ഞാൻ എൻ്റെ ഒരു കാർഡ് വെച്ചു, പിന്നെ ഒപ്പോണൻറ്റ് വേറെ അദ്ദേഹത്തിൻ്റെ കാർഡ് വെച്ചു. ലുഗിയും യൂൾപിക്സുമാണ്. ഫസ്റ്റ് ലുഗിയുടെ പവർ നോക്കാം. റീഡ് ദ വിൻഡ്, ഡിസ്കാർഡ് എ കാർഡ് ഫ്രം യുവർ ഹാൻഡ് ഇഫ് യു ഡ്രോ 3 കാർഡ്സ്. അതൊന്നും കാര്യമാക്കേണ്ട. എറോ ഡ്രൈവ് 130. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 380 എൻ്റെ പവർ വരുന്നത്. വീക്ക്നെസ്, റെസിസ്റ്റൻസ് ഇല്ല. വീക്ക്നെസ്സും വേറെ ആൾക്കും ഇല്ല. വൈറ്റ് ഡ്രോപ്പ്. അപ്പം നിങ്ങളുടെ ആക്റ്റീവ് പോക്കിമോൻ വി അല്ല. വി ആണെങ്കിൽ ഇത് 50 ഡാമേജ് വരുത്തും. വി അല്ലെങ്കിൽ ഒരു ഡാമേജ് വരുത്തത്തില്ല. ഫോറസ്റ്റ് സ്മാഷ്. അപ്പം എൻ്റെ പവർ എന്ന് പറയുന്നത് 300 അപ്പം ഇത് 10 കൂടും 310. ഇതിന്ന് 50 മൈനസ് പോകും ഗൈസ്. അപ്പം 300 പവർ 300 കാണുള്ളൂ ഗൈസ്. 300ഉം 200 210. അപ്പം ഇത് എനിക്ക് ഇതെടുക്കാൻ പറ്റും ഗൈസ്. അതങ്ങനെയാണ് കളി വരുന്നത്. അടുത്തതാണെങ്കിൽ പിക്കാച്ചു എക്സും. ഏറ്റവും കൂടുതലുള്ളവരാണ് ജയിക്കുന്നത്. ടാഗ് ടീം ആണെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് അവർക്ക് തന്നെ പോകാം. ട്രെയിനറും ഇത് റൈച്ചു വിയും. ട്രെയിനറിന് എടുക്കാൻ പറ്റും. കാരണം ട്രെയിനർ എന്ന് പറയുന്നത് 2 പേരൊന്നും ട്രെയിനറിന് ഇഷ്ടമുള്ള കൊടുക്കാൻ പറ്റും. ഇതിലൊരു ട്രെയിനറുണ്ട്. ആർക്കിയസ് വി ഒരു ഗോഡാണ്, അതുകൊണ്ട് പറ്റത്തില്ല. അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കളിക്കാൻ പറ്റുകയുള്ളൂ. മാക്സും ഈ ഡുറാലുഡ എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ്. കണ്ടോ ഗൈസ്, ട്രെയിനറുണ്ട്. വീക്ക്നെസ്സും ഇല്ല, റെസിസ്റ്റൻസും ഇല്ല, അതുകൊണ്ട് പറ്റത്തില്ല. അപ്പം ഈ കാർഡിന് വേർക്ക് എടുക്കാൻ പറ്റും ഗൈസ്. എനിക്ക് എടുക്കാൻ പറ്റും. ഇത് ടാഗ് ടീം 2 ടാഗ് ടീം ആണെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എടുക്കാൻ പറ്റും ഗൈസ്. അടുത്തതെന്ന് പറയുന്നത് മാഗിക്കാർക്കും വയലോടും. അപ്പുറത്തുള്ളതെന്ന് പറയുന്നത് ലുഗിയ വി സ്റ്റാറുമാണ്. അപ്പം നിങ്ങളുടെ ഒപ്പോണൻറ്റ് വി സ്റ്റാർ ആണെങ്കിൽ ടാഗ് ടീം എന്നല്ലേ ഏതായാലും വി സ്റ്റാറിന് എടുക്കാൻ പറ്റും. വി സ്റ്റാറാണ് ഇത് ടാഗ്. പക്ഷേ അതിനകത്ത് ചാരിസാഡിലായിരുന്നെങ്കിൽ ഈ ആർക്കേസിന്, പക്ഷേ ചാരിസാഡ് ഉള്ളതുകൊണ്ട് പറ്റത്തില്ല. ക്യാച്ചും ആർക്കേസ് ഡിയാൽഗ പാലിക്ക 3 പേരുള്ളത് കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഇതാണ് പോക്കിമോൻ്റെ ഗോഡ്. അപ്പോൾ ഇതിനെ തോപ്പിക്കാൻ വേൾഡിൽ തന്നെ ഒരു പോക്കിമോന് കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു പോക്കിമോനെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ഗൈസ്. അപ്പോൾ ഇതിന് ഈ ഒരു 3 പേര് വന്നാൽ തന്നെ ഇതൊരു നല്ലൊരു പവർഫുൾ ഗോഡായതുകൊണ്ട് ആർക്കും പറ്റത്തില്ല. ദ ഗോഡ് ഓഫ് പോക്കിമോൺ നിങ്ങൾ കൂടുതൽ അടിച്ചു പിടിക്കുക. ലുഗിയ ആൻഡ് ആർക്കിയസേ വരികയുള്ളൂ. ഇതിൻ്റെ വീക്ക്നെസ്, റെസിസ്റ്റൻസ് നോക്കേണ്ട ആവശ്യമില്ല. ഏതൊപ്പം എന്നാലും അറിയാം ലുഗിയാണ് ഏറ്റവും പവർഫുൾ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.